സോളാർ കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിപക്ഷം മാർച്ച് നടത്തി. സോളാർ വിവാദം സംബന്ധിച്ച മാധ്യമ വാർത്തകളെ അവിശ്വസിക്കേണ്ടതില്ലെന്ന് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. സോളാർ കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ സർക്കാർ രാജിവെക്കണമെന്ന് വി.എസ്. അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരള ജനതയ്ക്ക് അപമാനമായി മാറിയിരിക്കുകയാണെന്നും വി.എസ്. ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ജനപ്രതിനിധികൾ ഈ വസ്തുതകൾ ശക്തമായി ഈ നാണംകെട്ട നടപടി തുടരുന്നിടത്തോളം കാലം ഈ കേരളത്തിന് അന്തസ്സായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് രാജിവെച്ചൊഴിയണം. സോളാർ കമ്മീഷന് ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി അധികാരത്തിൽ ഇരുന്നുകൊണ്ടുള്ള അന്വേഷണം പ്രഹസനമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത് സംബന്ധിച്ചുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഉമ്മൻചാണ്ടിയെ പ്രതി ചേർത്ത് കേസ് അന്വേഷിക്കാൻ തയ്യാറാകണം. ഈ പുറത്തു വന്ന വസ്തുതയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പ്രതിസ്ഥാനത്തിരുന്നുകൊണ്ട് ഒരു അന്വേഷണം നടത്തുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അന്വേഷണം നടത്തിയാൽ അന്വേഷണം നിഷ്പക്ഷമാവില്ല. അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയുന്നുകൊണ്ട് ഈ ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ ആക്ഷേപങ്ങളെ സംബന്ധിച്ചും ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് ഒരു അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറുണ്ടോ? ബാർക്കോഴ കേസിലും സോളാർ കേസിലും വ്യക്തമായ തെളിവുകൾ പുറത്തുവന്നിട്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് LDF നേതൃത്വം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന മന്ത്രി ഷിബു ബേബി ജോണിന്റെ ആക്ഷേപം ഗൗരവമായി അന്വേഷിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രതിപക്ഷമല്ലെന്ന ഷിബുവിന്റെ വെളിപ്പെടുത്തലിലൂടെ ഭരണപക്ഷത്തുള്ളവരാണ് ഗൂഢാലോചനക്കാരെന്ന് വ്യക്തമാവുകയാണെന്നും കോടിയേരി പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് നൽകാൻ 5.5 കോടി രൂപ ബിജു രാധാകൃഷ്ണന് എവിടെ നിന്ന് ലഭിച്ചുവെന്ന കാര്യം അന്വേഷിക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. ഇന്നലെ വന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഇടക്കാല റിപ്പോർട്ട് ഗവൺമെൻറ് സമർപ്പിച്ച് ഗവൺമെൻറ്റിനെ കൊണ്ട് ഇതിൻ്റെ പേരിൽ നടപടി സ്വീകരിപ്പിക്കാൻ ജുഡീഷ്യൽ കമ്മീഷൻ നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. 5.5 കോടി രൂപ മുഖ്യമന്ത്രിക്ക് നൽകി എന്നുള്ളത് പല സന്ദർഭങ്ങളിലായി കൊടുത്തു എന്നാണ് വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള ബിജു രാധാകൃഷ്ണൻ്റെ സോഴ്സ് എന്താണ്, എവിടെ നിന്ന് അദ്ദേഹം അതിനു വേണ്ടിയുള്ള പണം സംഭരിച്ചു തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങൾ കണ്ടെത്താൻ ഒരു അന്വേഷണം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. സോളാർ കേസിൽ മുഖ്യമന്ത്രിക്ക് കൂടി പങ്കുണ്ടെന്ന കാര്യം വ്യക്തമായ സ്ഥിതിക്ക് അദ്ദേഹം രാജിവെച്ച് ജുഡീഷ്യൽ കമ്മീഷന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരമൊരുക്കണം. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും CD ഉണ്ട് എന്ന് ബിജു രാധാകൃഷ്ണൻ വ്യക്തമാക്കിയ സ്ഥിതിക്ക് നിജസ്ഥിതി ജനങ്ങളെ അറിയിക്കാൻ ത്വരിതഗതിയിലുള്ള അന്വേഷണം ആവശ്യമാണ്. മുഖ്യമന്ത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒന്നുമില്ലാതെ ഒരു ജയിൽ പുള്ളി പോയിട്ടൊരു മൊഴി കൊടുക്കാൻ സന്നദ്ധമായില്ല. പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിക്കെതിരായിട്ടൊരു പരാമർശം നടത്തണമെങ്കിൽ ബിജു രാധാകൃഷ്ണനുമായി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ താൻ ഒറ്റയ്ക്കാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. പുതിയ സാക്ഷിയായി ഒരാളെ കൂടി മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും കോടിയേരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച് KPCC മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതില്ലെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ടെന്നും VM സുധീരൻ പറഞ്ഞു. സോളാർ കമ്മീഷനിൽ ഹാജരാകുന്നത് ബിനാമികളാണെന്ന് മുഖ്യമന്ത്രിയും പ്രതികരിച്ചു. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ലൈംഗിക കോഴ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഉമ്മൻചാണ്ടിക്ക് പിന്തുണയുമായി KPCC രംഗത്തെത്തിയത്. അതേസമയം സോളാർ ഉയർത്തിക്കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും തന്നെ സന്ദർശിക്കുന്നവരുടെ ചരിത്രം നോക്കാറില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ജൂൺ 3-നും 17-നും ഇടയ്ക്ക് തിരുവനന്തപുരത്ത് വന്ന് എന്നെ പല പ്രമുഖരുടെയും CD കാണിച്ചു. ജൂൺ 3 എന്ന് പറയുന്നത് സരിതയെ അറസ്റ്റ് ചെയ്ത ദിവസമാണ്. 17 എന്ന് പറയുന്നത് അടമരവും ബഹളവും ഒച്ചപ്പാടും നിയമസഭയും എല്ലായിട്ട് നിൽക്കുന്ന അവസരമാണ്. പക്ഷെ എന്നാലും ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ സംശയമല്ലേ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ ഈ ദിവസങ്ങളിലെല്ലാം കേരളത്തിന് പുറത്താണ്. ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതില്ലെന്ന് VM സുധീരൻ പറഞ്ഞു. ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ടെന്നും VM സുധീരൻ കൂട്ടിച്ചേർത്തു. ഉമ്മൻചാണ്ടിയെപ്പോലെ അരനൂറ്റാണ്ട് കാലത്തെ തിളക്കമാർന്ന പൊതുജീവിതത്തിൻ്റെ ഉടമയായ ജനനേതാവിനെ ഇല്ലായ്മ വരുത്താനുള്ള പ്രതിപക്ഷ നേതാക്കളുടെ ശ്രമം
നിർഭാഗ്യകരമായി പോയി. ബിജു രാധാകൃഷ്ണന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സോളാർ കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണത്തിന് പകരം ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഇതിൽ അനിവാര്യമാണ്. എന്നാൽ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടിക്ക് തുടരാൻ ധാർമ്മികമായി അവകാശമില്ലെന്ന് ബൃന്ദ കാരാട്ടും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര LDF യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഈ മാസം 11-ന് LDF സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്തും. വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടികൾ ബഹിഷ്കരിക്കുവാനും തീരുമാനമായതായി LDF കൺവീനർ വൈക്കം വിശ്വൻ അറിയിച്ചു. ദൃശ്യമാധ്യമങ്ങൾക്കെതിരെ സ്പീക്കറും ആഭ്യന്തരമന്ത്രിയും. ദൃശ്യമാധ്യമങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നതർക്കെതിരെ ഉന്നയിക്കുന്നതായും ഇതിനെ നിയമം കൊണ്ട് തടയാൻ പറ്റുമോ എന്ന് പരിശോധിക്കണമെന്നും സ്പീക്കർ N ശക്തൻ. ദൃശ്യമാധ്യമങ്ങളുടെ ഈ അപകടകരമായ പ്രവണത അവസാനിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തലയും നിയമസഭയിൽ ആവശ്യപ്പെട്ടു. സോളാർ കേസിൽ തെളിവുകളടങ്ങിയ CD 10-ന് ഹാജരാക്കണമെന്നും തെളിവുകൾ നശിപ്പിക്കാൻ സർക്കാരോ പോലീസോ ശ്രമിക്കരുതെന്നും സോളാർ കമ്മീഷൻ വ്യക്തമാക്കി. തെളിവുകൾ ഹാജരാക്കാൻ തടസ്സമുണ്ടായാൽ ഇടപെടുമെന്നും സോളാർ കമ്മീഷൻ. അതേസമയം മുഖ്യമന്ത്രിക്കെതിരായ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതായി സോളാർ കമ്മീഷന് മുന്നിൽ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞു. VS-നെതിരെ മോശം പരാമർശവുമായി വെള്ളാപ്പള്ളി നടേശൻ. VS-ന്റെ അണ്ണാക്കിലാണ് സമത്വ മുന്നേറ്റ യാത്രശക്തി തെളിയിച്ചതെന്ന് വെള്ളാപ്പള്ളി. NSSന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കാൻ VS-ന്റെ നാവ് പൊന്താത്തതെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. എന്തെല്ലാം പ്രതിബന്ധങ്ങളാണ്, ഒരുപാട് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന ആലപ്പുഴ പോലും അച്യുതാനന്ദൻ അണ്ണാക്കിലാണ് നടത്തിയത് യോഗം. ആ അണ്ണാക്കിലൊക്കെ കണക്കാക്കിയാണ് ചെയ്തത്. പുന്നപ്പറയിൽ ഇതുപോലെ കാണാത്തൊരു ജനം ഇപ്പോൾ ആശാമരിച്ച് പണറ്റ് കാത്തിയിരിക്കുകയാണ്. കാണുമ്പോൾ എൻ്റെ പ്രവർത്തകരെന്ന് വിളിച്ചിരുന്നു, ഒരു സ്നേഹം കൊള്ള തരക്കേടില്ലായിരുന്നു പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. നടത്തണമെങ്കിൽ നടത്തേണ്ട പാടി നടത്തണേ, അല്ല വീട്ടിൽ എൻ്റെ മുറ്റത്ത് നടത്തിയിട്ട് ആരെ കാണിക്കാനാണ്? അച്യുതാനന്ദൻ ഏറ്റവും ഒരുപാട് തെറി പറഞ്ഞല്ലേ എന്നെ എന്ന് വല്ലവൻ എഴുതി കൊടുത്ത് വായിച്ചാൽ മതിയോ? വിവരങ്ങളുമായി രാജ്കുമാർ ചേർന്നു. രാജ്കുമാർ, വെള്ളാപ്പള്ളി നടേശൻ VS-നെതിരെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉന്നയിച്ചത്? നമ്മളിപ്പോ ഈ കേട്ട കാര്യങ്ങൾ കൂടാതെ NSSന്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ VS-ന്റെ നാവ് പൊങ്ങാത്ത എന്ത് എന്നാണ് വെള്ളാപ്പള്ളി ചോദിച്ചത്. VS-നെ മുഖ്യമന്ത്രിയാക്കരുതെന്ന് പറഞ്ഞ നേതാവ് കൂടിയുള്ള പ്രസ്ഥാനമാണ് NSS. അവർക്കെതിരെ എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇത് ചോദിക്കത്തില്ല. ഇത് തന്നെയാണ് RSSന്റെ കപട രാഷ്ട്രീയമെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. ഒപ്പം തന്നെ ഈ ഇടതുപക്ഷ അതായത് മുഖ്യമന്ത്രിയുടെ ഇതിൽ പണ രാജ്കുമാർ വ്യക്തമാണ്. ആഗോളതാപനം കുറയ്ക്കുന്നത് സംബന്ധിച്ച കരാർ തയ്യാറാക്കുന്നതിൽ കാലാവസ്ഥാ ഉച്ചകോടിയിൽ ചർച്ച പുരോഗമിക്കുന്നു. ആഗോളതാപനം കുറയ്ക്കുന്നതിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമാണെന്ന നിലപാടിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം കൂടുതൽ കാർബൺ പുറംതള്ളുന്ന വികസിത രാജ്യങ്ങൾക്ക് മലിനീകരണം തടയുന്നതിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. വിവരങ്ങളുമായി പാരീസിൽ നിന്നും രാജേന്ദ്രൻ ചേരുന്നു. രാജേന്ദ്രൻ, ഉച്ചകോടി എങ്ങനെ പുരോഗമിക്കുന്നു? UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ 4ാം ദിവസത്തെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കുറച്ച് മാനവരാശിയെ രക്ഷിക്കുന്നതിൽ തങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഇല്ല എന്ന നിലപാടിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള വൻശക്തി രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ആഗോളതാപനത്തിന്റെ കെടുതികൾ കൂടുതൽ അനുഭവിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള 3ാം ലോക രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തമാണ് ഉള്ളത് എന്ന നിലപാടാണ് വൻശക്തികൾ കൈക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആഗോളതാപനത്തിന്റെ മുഖ്യ സൃഷ്ടാക്കളായ വികസിത രാജ്യങ്ങൾ കൂടുതൽ ബാധ്യത നിറവേറ്റണം എന്നാണ് ഇന്ത്യൻ പ്രതിനിധികൾ ഇന്ന് നടന്ന ചർച്ചകളിലും ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു കരാറിൽ ഒപ്പുവെക്കുന്നതിനായുള്ള സാധ്യതകൾ ഇന്ത്യ അട്ടിമറിക്കുകയാണെന്ന രീതിയിലാണ് ഇവിടുത്തെ പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ നിലപാട് വസ്തുനിഷ്ഠമാണ്. എന്നാൽ ഇക്കാര്യം 3ാം ലോക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G77 പതിറ്റാണ്ടുകളുമായി വിവരങ്ങൾ നൽകിയത് പാരീസിൽ നിന്നും K. രാജേന്ദ്രൻ.
ബാബറി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് ഡിസംബർ 6-ന് സന്നിധാന സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ തീരുമാനം. കേരള പോലീസിന് പുറമെ NDRF, RAF, ബ്ലാക്ക് ഐ കമാൻഡോസ്, അന്യസംസ്ഥാന പോലീസ് എന്നീ സേനകൾക്കായിരിക്കും സുരക്ഷാ ചുമതല. തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിലായിരിക്കും സന്നിധാന സുരക്ഷാ സംവിധാനങ്ങൾ ക്രമീകരിക്കുക.